ഫർള് നമസ്കാരമല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമുണ്ട്. ഫർളുകളോടനുബന്ധമായിട്ടുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്. ളുഹ നമസ്കാരമുണ്ട്, രാത്രിയിലെ നമസ്കാരമുണ്ട്, വിത്ര നമസ്കാരമുണ്ട്, അതുപോലെ തന്നെ തഹിയ്യത്ത് നമസ്കാരമുണ്ട്, പെരുന്നാൾ നമസ്കാരമുണ്ട്, ഗ്രഹണ നമസ്കാരമുണ്ട്. ഇങ്ങനെ പല നമസ്കാരങ്ങളും ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ട്. ഇതിൽ പ്രാരംഭ പ്രാർത്ഥന നമുക്ക് സുന്നത്തുണ്ടോ? പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് തുടങ്ങുന്ന ചെറിയ രൂപത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ വിവിധ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദുആഉൽ ഇസ്തിഫ്താഹുകൾ, പ്രാരംഭ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സുന്നത്ത് നിസ്കാരങ്ങളിലും പണ്ഡിതന്മാർ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരുന്നൊരു യാഥാർത്ഥ്യമാണ്. ദുആഉൽ ഇസ്തിഫ്താഹി യുഖാലു ഫീ കുല്ലി സ്വലാഹ് ഫരീള ഔ നാഫില വയുഖാലു ഫി റക്അത്തിൽ ഊല ഖബ്ല ഖിറാഅത്തിൽ ഫാത്തിഹ. അതായത് പ്രാരംഭ പ്രാർത്ഥന ഫർള് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ എല്ലാത്തിലും അത് സുന്നത്താണ്, എല്ലാത്തിലും അത് സുന്നത്താണ്. അതെപ്പോഴാണ് പറയേണ്ടത്? ഫാത്തിഹ ഓതുന്നതിൻ്റെ മുമ്പ്, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചതിൻ്റെ ശേഷം ആദ്യ റക്അത്തിലാണ് നമ്മളത് നിർവഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഖുർആൻ പാരായണത്തിൻ്റെ മുമ്പ് അല്പസമയം അവിടുന്ന് മൗനം പാലിക്കുന്ന ഏതാനും സമയങ്ങൾ, ആ സമയങ്ങളിൽ അവിടുന്ന് ഈ പ്രാരംഭ പ്രാർത്ഥനയായിരുന്നുവല്ലോ ചൊല്ലിയിരുന്നത്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഫർളെന്നോ സുന്നത്തെന്നോ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാരംഭ പ്രാർത്ഥന നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങളിലും ആദ്യ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഉടനെ നിർവഹിക്കാവുന്ന, അഥവാ നിർവഹിച്ചാൽ നമുക്ക് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതേ അവസരത്തിൽ ഒരാൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നില്ല എങ്കിൽ അയാൾക്ക് ആ പുണ്യം നഷ്ടപ്പെട്ടു എന്നേയുള്ളൂ. അതൊരു നിർബന്ധമല്ല. പ്രാരംഭ പ്രാർത്ഥന ചൊല്ലൽ അതൊരു നിർബന്ധമായ കാര്യമല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായൊരു കാര്യം, ഫർള് നമസ്കാരവും സുന്നത്ത് നമസ്കാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കുവാൻ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതെന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, അൽ അസ്ലു മുസാവാത്തുൻ നാഫില ബിൽ ഫരീള ഇല്ലാ മാ ഖസ്സഹു ദലീൽ. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, സുന്നത്ത് നിസ്കാരം ഫർള് നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇല്ലാ മാ ഖസ്സഹു ദലീൽ, ഏതെങ്കിലും പ്രത്യേകം വിഷയത്തിൽ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി ചില വ്യത്യാസങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ ഒഴികെ ഫർള് നിസ്കാരങ്ങളെ പോലെ തന്നെയാണ്. അപ്പോൾ പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങളിലും നമുക്ക് നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന, നേരത്തെ നമ്മൾ കേട്ടുകഴിഞ്ഞ ആ ഹദീസിൻ്റെ പൊതുവായ ആ തത്വം അനുസരിച്ച് നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളിലും നമുക്ക് പുണ്യകരമാണ്.